കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of God. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. I give praise and glory to God for giving one more opportunity to come together and worship the Lord in the Spirit. ഇന്ന് രാത്രിയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കും. We extend our greetings in the name of our Lord Jesus Christ for having accepted our invitation and come to take part in this meeting. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയും വീരനായ ദൈവവും നിത്യപിതാവുമാണ്. Our Lord is wonderful, He is mighty God and He is everlasting Father. ഇന്ന് രാത്രി നമുക്ക് ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി, ദൈവം സകലത്തിൻ്റെയും അധികാരിയാണല്ലോ, ആ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവചന ധ്യാനത്തിനായിട്ട് ഇരമ്യ പ്രവചനം 33 അധ്യായത്തിൻ്റെ 3 വാക്യവും 50 സങ്കീർത്തനം 15 വാക്യവും വായിക്കുവാൻ ഒരിക്കൽ കൂടെ കർത്താവിൽ താല്പര്യപ്പെടും. Once again, let's turn to the prophetical book of Jeremiah chapter 33 verse 3 and Psalms 50 verse 15. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. കഴിഞ്ഞ 2 രാത്രിയും ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതിയിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. In the past 2 nights, based on the scripture portion, the Spirit of God was dealing with us. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉത്തരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീരും. We were able to meditate that God is a Lord who answers prayer for anyone who calls unto Him. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകി തരുന്നതായ 4 വിധമായ ഉത്തരങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 രാത്രികളിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീരും. In the past 2 nights, we were able to meditate about the 4 ways the Lord gives answer. ഒന്ന്, ദൈവം നമുക്ക് ഉത്തരം നൽകുന്നത് യാഗത്തിൽ കൂടെയാണ്. യഥാർത്ഥമായി യാഗത്തെ നാം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കൂടെ നമ്മുടെ പാപത്തിൽ നിന്ന് ഉദ്ധാരണവും വിടുതലും ദൈവം നമുക്ക് നൽകി തരും. First, when we select the right sacrifice, through the sacrifice the Lord gives us an answer whereby we are able to be delivered from our sins. രണ്ടാമത്, ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ബലവും ധൈര്യവും ദൈവം നമുക്ക് നൽകി ആ ദൈവം നമ്മെ സഹായിക്കുന്നു, അഥവാ ഉത്തരം നൽകുന്നു. Secondly, when we call upon God, not only He answers but also He gives us strength and courage. കഴിഞ്ഞ രാത്രിയിലും 65 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ നിന്ന് നാം വായിച്ച് കേൾക്കുവാനിടയായിത്തീരുന്നു, ദൈവം നമുക്ക് തരുന്നത് നീതിയുള്ള ഉത്തരമാണ് എന്ന്. In the past night we were able to hear from Psalms chapter 65 verse 5 that Lord gives us a righteous answer. ലോകത്തിൽ മനുഷ്യന് നീതി കിട്ടാതെ വരുമ്പോൾ ഈ ലോകത്തിൽ അവൻ നിരാശപ്പെട്ടു പോകുന്നു. In this world, when man is not receiving the proper justice, he becomes discouraged. ലോകത്തിൽ സംഭവിക്കുന്നതായ അനീതിയെ സംബന്ധിച്ചും അതിൻ്റെ പിന്നിലുള്ളതായ കാര്യങ്ങളെ സംബന്ധിച്ചും തിരുവെഴുത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. Past night the Spirit of God reminded about how there is injustice in this world and what are the powers that is working behind them. അടുത്തതായി നാം തിരുവെഴുത്തിൽ കൂടെ ചിന്തിച്ചത് ദൈവം നമുക്ക് തരുന്നത് സമാധാനത്തിന്റെ ഉത്തരമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And thereafter we saw the Lord gives us an answer of peace. മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം പാടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. We are all living in a time where man is losing his peace in every way. എവിടെ നോക്കിയാലും മനുഷ്യന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. Wherever we see, turn around and see, man are filled with diverse problems and difficulties. കാരണം തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ലോകം ഒരു അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു, ലോകത്തിൽ നിന്ന് സമാധാനം നീങ്ങിപ്പോകും എന്ന്
വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. When we go through the scriptures, we can clearly understand that this world is heading for a end, and in these last days the peace will be taken away from this world. മനുഷ്യന് സമാധാനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ലോകത്തിൽ മനുഷ്യന് സമാധാനം കിട്ടുകയില്ല. Man is running here and there to get some peace, but in this world he cannot get peace. മനുഷ്യന് യഥാർത്ഥമായ സമാധാനം നൽകേണ്ടതിനാണ് ക്രിസ്തു കാൽവരി ക്രൂസിൽ യാഗമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവന്റെ രക്തത്തിൽ നമുക്ക് സമാധാനമുണ്ട് എന്ന്. Jesus Christ became a sacrifice on the cross of Calvary to give true peace unto men, and through his blood we have peace. ഇന്ന് രാത്രികാലം ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ സമാധാനം നൽകുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. Tonight, those who have lost the peace, Jesus Christ wants to give his peace through his blood. അവനാണ് നമ്മുടെ സമാധാനത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. He is the only one who gave himself to give peace unto us. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? Have you lost your peace in your life? കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? Have you lost the peace in your family? കുഞ്ഞുങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? Have you lost the peace of your children? എത്രയോ കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയും. In these days we can see so many families living without any comfort or rest. ലോകപ്രകാരമായി നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. എന്നാൽ സമാധാനം അവരുടെ ജീവിതത്തിൽ ഇല്ല. They have all the blessings and comforts of this world, but they don't have peace in their life. ഒരു രാജാവിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് സ്വപ്ന മുഖാന്തരമായി അദ്ദേഹത്തിന്റെ ഹൃദയം കളങ്ങിപ്പോയി എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുകയുണ്ടായി. We were able to read the past night that a king lost his peace because of the dreams. എന്നാൽ ദൈവമോ സമാധാനത്തിന്റെ ഉത്തരം നൽകി. But the Lord gave him an answer of peace. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവം നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണ്. In our life, whatever may be the problem we have, the Lord is able to give us peace. കർത്താവിനെ അനുഗമിച്ചതായി ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടതായ ഒരു രാത്രി അവരുടെ ജീവിതത്തിൽ ഉയർന്നു വന്നു. In the life of the disciples of Jesus Christ, there was an incident. In a night, they lost a peace. കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു ഭയാനമായ ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. When Jesus Christ died, on those days, it was a very terrible days for the disciples. അവർ മുറിക്കകത്ത് വാതിലടച്ച് അത് ഭയത്തോട് അധൈര്യപ്പെട്ട് ഇരിക്കുന്നതായ സമയം യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയുണ്ടായി. Because of the fear, they closed themselves behind the door inside a room and they were hiding. And that is when Lord Jesus appeared for them and said unto them, peace be to you. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ആ കർത്താവായ യേശു നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത് നമുക്ക് സമാധാനം നൽകുവാനാണ്. Beloved, tonight the same Jesus is in our midst. He has come in our midst to give us peace. ഭയം മുഖാന്തരം ഇവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. They lost their peace because of the fear. ചില വ്യക്തികൾക്ക് രോഗം മുഖാന്തരം ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. But some have lost their peace because of their sickness. ചില വ്യക്തികളെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അവർ അറിഞ്ഞവരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. We can also see some people, though they have known about God, they lost their peace because of the problems they are facing in their life. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി സമാധാനം നൽകുന്ന ദൈവമാണ്. But our Lord is able to solve all their problems and give us peace. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അഞ്ചാമതായി ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ തിരുവെഴുത്തിലേക്ക് വീണ്ടും ദൈവവചനത്തിലേക്ക് തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. On tonight, or the fifth matter, I want to turn your attention to the word of God. ദൈവം നമുക്ക് നൽകുന്നതായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം എങ്ങനെയുള്ളതായ ഉത്തരമാണ് നമുക്ക് നൽകുന്നത്? When we call upon God, what type of answer he is going to give us? ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, when we read Genesis chapter 35 verse 5, 35-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ തന്റെ കഷ്ടതയുടെ സമയത്ത് യാക്കോബിന് ദൈവം ഉത്തരം നൽകിയെന്ന് താൻ പറയുകയാണ്. there we can see Jacob
Jacob, when he was going through his troubles, the Lord answered him. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദൈവം തനിക്ക് ഉത്തരം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം ആ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ കഷ്ടതയിൽ ദൈവം നമുക്ക് നൽകുന്ന ഉത്തരം എന്താണെന്ന് അത് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. In English it is mentioned that the Lord has given him the answer tonight. Based on that, we want to see what type of answer Lord is giving us in our trouble. മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടത അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. In the life of man, he is very much troubled because of the difficulties. നാം വായിച്ചതായി കുറിവാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. Let us turn our attention to the second portion of the scripture we read. 50-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് ദൈവം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. In the 50th Psalm and the 15th verse, Psalmist says, if I call upon him in the day of trouble, he will deliver me. കഷ്ടതയുടെ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. Call upon me in the day of trouble. ഞാൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. I am the Lord who will answer thee. ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. I am the Lord who will deliver thee. മനുഷ്യ ജീവിതത്തിൽ അവന് പരിഹരിക്കുവാൻ പറ്റാത്തതായ കഷ്ടത ലോകത്തിൽ വരാൻ പോകുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. From the word of God we can understand the man is going to face problems which he cannot find any solution. മനുഷ്യന്റെ ജീവിതത്തിലെ കഷ്ടതയുടേതായ പ്രതികൂലങ്ങളുടെ കാലഘട്ടം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We can also see in these days man is facing diverse problems which he is unable to find solution. ലോകത്തിൽ എത്രയോ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ കഷ്ടത അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. In these days we can find in so many countries people who are living there are having much trouble. എന്നാൽ ഈ തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ട് 4 വിധമായ കഷ്ടതയെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. Based on the scripture portion, I want to remind you about 4 types of troubles. 107-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ 4 കഷ്ടതയെ സംബന്ധിച്ച് തിരുവെഴുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. When we read the 107th Psalm, the word of God speaks about 4 types of trouble. ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഈ തിരുവെഴുത്തിലേക്ക് 107-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം വായിച്ചുകൊണ്ട് ഒന്നാമത്തെ കഷ്ടത എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അല്പമായി ചിന്തിക്കാം. Let us meditate based about the troubles. The first trouble is mentioned in the 6th verse. വായിക്കണം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. എന്താണ് ഇവരുടെ കഷ്ടതയെ സംബന്ധിച്ച് ഈ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്? What is mentioned about the trouble of these people? 4-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവർ പാർക്കുവാൻ തക്കതായ ഒരു പട്ടണം അവർ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. In the 4th verse we can read that they found no city to dwell in. അവരുടെ ജീവിതത്തിൽ അവർ മരുഭൂമിയിലേക്ക് കടന്നു വന്നുവെങ്കിലും പാർപ്പാൻ തക്കതായ ഒരു പട്ടണം അവർ കണ്ടെത്തിയില്ല. In their life they came into the wilderness but they could not find a place to dwell in. 107-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. Let us read the verse. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അവർ മരുഭൂമിയിൽ വന്നു, എന്നാൽ പാർക്കുവാൻ ഒരു പട്ടണം അവർ കണ്ടെത്താതെ മരുഭൂമിയിൽ അവർ ഉഴന്നു നടന്നുകൊണ്ടിരിക്കുന്നു. They came to wilderness but they could not find a city to dwell in. Therefore they were wandering in the wilderness. ദൈവം നമുക്ക് നീതിയുള്ള ഉത്തരം നൽകുന്ന ദൈവമെന്ന് കഴിഞ്ഞ രാത്രി നാം തിരുവെഴുത്തിൽ നിന്ന് ചിന്തിക്കുകയുണ്ടായി. In the past night we meditate from the scriptures that our Lord is the one who gives us a righteous answer. ആ നീതി പ്രാപിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് കാണിച്ചതായ മാതൃകയായ ജലസ്നാനത്തിൽ കൂടെ ദൈവത്തിന്റെ നീതിയെ നാം ധരിച്ചുകൊള്ളുന്നു. And as the Lord Jesus set an example by obeying to the water baptism, we are putting on the righteousness. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ പഴയ നിയമ ഇസ്രായേൽ അവർ ചെങ്കടൽ കടന്നപ്പോൾ അവർ മരുഭൂമിയിലേക്ക് കടന്നു വന്നു. In the Old Testament we can see the children of Israel after they passed the Red Sea they came into the wilderness. ഇത് പുതിയ നിയമസഭയിൽ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ജലസ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മെ ഒരു സഭയിലേക്ക് അഥവാ സത്യസഭയുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ബന്ധത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. In the New Testament when a child of God obeys to the water baptism, the Lord brings the child into the fellowship of the church of God. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ മരുഭൂമിയിലെ സഭ എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. In the Acts of Apostles we can read it is the church in the wilderness. എന്നാൽ ഇന്ന് പലരും ദൈവത്തിന്റെ സഭയിൽ വന്നിട്ടുണ്ട് അഥവാ മരുഭൂമിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ ഉഴന്ന് നടക്കുന്നവരായിട്ടാണ് ഇന്ന്
നമുക്ക് കാണുവാൻ കഴിയുന്നത്. Today many have come to the church of God or the wilderness, but we can see they are wandering in the wilderness. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നു അഥവാ ജലസ്നാനം സ്വീകരിച്ച് യഥാർത്ഥമായി സഭയിലേക്ക് കടന്നു വരുന്നു. എന്തിനാണ് ദൈവം അവനെ സഭയിൽ കൊണ്ടുവരുന്നത്? A man is saved, he obeys in the water baptism, and the Lord is adding him to the church. Why the Lord is bringing him to the church? മരുഭൂമിയിൽ വന്ന് അവർ ഉഴന്നു നടക്കുന്നതായ അനുഭവമാണ്. This is an experience of wandering in the wilderness. അവർ വിശന്നും ദാഹിച്ചും അവർ നടന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. We can see that they were wandering with hunger and thirst. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വിശുദ്ധ പൗലോസ് തന്റെ ലേഖനത്തിൽ ഒരിക്കൽ ഓർമ്മിപ്പിച്ചതായി ഒരു തിരുവെഴുത്ത് ഇങ്ങനെയാണ്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, When we read 1 Corinthians chapter 15 verse 19, അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ സകല മനുഷ്യനിലും അരിഷ്ടത ഉള്ള ഒരു മനുഷ്യനായിരിക്കും. there St. Paul says, if in this life only we have hope in Christ, we are all men most miserable. ഇന്ന് പലരും രക്ഷിക്കപ്പെടുന്നു അഥവാ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവർ ജലസ്നാനം സ്വീകരിച്ച് സഭയിൽ കടന്നു വരുന്നു, യാഥാർത്ഥ്യമായ സത്യം അറിഞ്ഞു എന്ന് അവകാശപ്പെടുന്നുവെങ്കിലും, though many are repenting and getting saved and obeying to the water baptism and are becoming a fellows of the church, those they say they know the truth. പല മനുഷ്യന്റെയും ചിന്താഗതി ഈ ആയുസ്സിൽ എന്ത് കിട്ടും എന്നുള്ളതായ ഒരു ആഗ്രഹത്തോടാണ് അവർ ദൈവസഭയിലും ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും അവർ മുൻപോട്ട് പോകുന്നത്. But many are taking part in the fellowship of the church or with the prayers towards God only with the thought that what he can receive in this life. ഇന്ന് അനേക സഭകളുടേതായി ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉപദേശം അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ അനുഗ്രഹവും നന്മയും ഉയർച്ചയുമാണ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. In these days we can see in so many churches the main theme of their message is how you can attain riches and greatness in this world. ദൈവത്തിന്റെ സഭയുടെ ഉദ്ദേശം എന്താണ്, ദൈവിക ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണെന്ന് ഇന്ന് പല സഭകളും പഠിപ്പിക്കുന്നില്ല, അത് ഉപദേശിക്കുന്നില്ല. Many churches do not teach what is the true intention of the church, what is the purpose of the church. ഇവിടെ നാം വായിക്കുമ്പോൾ അവർ മരുഭൂമിയിൽ ഉഴന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. Here we read that they were wandering in the wilderness. എന്താണ് അവർ മരുഭൂമിയിൽ ആ അവസ്ഥയിൽ കടന്നു പോകുവാനുള്ള കാരണം എന്താണ്? What was the reason for them to reach this state? എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, Ephesians chapter 4 verse 16, പലവിധമായ ഉപദേശം എന്നതായ കാറ്റുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴന്നു നടക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. they are tossed by diverse manner of doctrines. ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് അഥവാ ദൈവസഭയിലേക്ക് അവൻ കടന്നു വന്നു കഴിഞ്ഞാൽ, If a man comes into the church of God, അവൻ ദൈവിക ഉപദേശത്തിൽ കൂടെ ക്രിസ്തുവിന്റെ സമ്പൂർണതയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. through the truth, the purpose of God is that man should attain the stature of Christ. എന്നാൽ ഉപദേശം എന്നതായ കാറ്റ് മനുഷ്യനെ പലതട്ടിലേക്ക് പല അവസ്ഥയിലേക്ക് ഉഴന്നു നടക്കുമാറാക്കുന്നു എന്ന് പൗലോസ് തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. But St. Paul in his epistle remains that by diverse doctrines of wind they are wandering here and there. ദൈവവചനത്തിന്റെ ഉപദേശത്തെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കുന്നതായ സഭകൾ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. Today there are many churches which are coming up teaching the doctrine in different ways. ഇന്ന് പലതരത്തിലുള്ളതായ ഉപദേശങ്ങൾ ലോകത്തിൽ ഉള്ളതുകൊണ്ട് ഏതാണ് യാഥാർത്ഥ്യമെന്ന് മനുഷ്യന് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. Because there are so many doctrines that are being preached in diverse churches, men are unable to find the true doctrine. പല സഭകളും ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഈ ആത്മീക കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിലെ പല നന്മകളും ഉയർച്ചകളും സ്ഥാനമാനങ്ങളും കിട്ടും എന്നതായ ഒരു ഉപദേശമാണ് ഇന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. Many people are, when they come to the church, they are being established by the message that they will be able to attain riches and greatness and position in this world. അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ഉയർച്ചയുടെയും ഉപദേശമാണ് ഇന്ന് ലോകത്തിൽ പല സ്ഥലങ്ങളിലും പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Many in these days are receiving in many places all over the world about the message about how they can be blessed in this world or receive greatness or riches. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെയും ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചതായി ഉപദേശം എന്തായിരുന്നു? But what was the doctrine which the Lord Jesus taught to his disciples unto the apostles? കർത്താവായി യേശു ക്രിസ്തു പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Jesus said unto them, you have tribulation in this world, be of good courage because I have overcome the world. അപ്പോസ്തല പ്രവൃത്തിയെല്ലാം
വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്. In the Acts of Apostles chapter 14 verse 22, St. Paul says like this. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കണം എന്ന് വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി അവരെ പ്രബോധിപ്പിച്ച് അവരെ ഉറപ്പിച്ചു പോന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There we can see St. Paul was exhorting them to continue in the faith and that we must through much tribulation enter into the kingdom of God. അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കായി ഒരു രാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടെ ദൈവസഭയെ അവർ പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. We can see that the apostles were teaching the churches of in those days that though they may be going through tribulation in this world, there is a kingdom which is being prepared for them, for that the church must be prepared. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നാം വായിക്കുമ്പോൾ, that is what when we read in Hebrews chapter 13 verse 14, അപ്പോസ്തലൻ പറയുകയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായ ഒരു നഗരം ഇല്ലല്ലോ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. Here the apostle says, for here have we no continuing city. എന്താണ് ഇവിടെ ഉള്ളതായ പട്ടണത്തിന് അല്ലെങ്കിൽ ഈ നഗരത്തിന് എന്ത് സംഭവിക്കും എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കി തരികയാണ്. The word of God clearly mentions what is going to happen to the city which is here in this world. അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. I want to bring 1 or 2 things concerning this. വേദപുസ്തകത്തിന്റെ 1-ാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, When we read Genesis chapter 19 verse 13, ഇവിടെ സോദോം ഗൊമോറ എന്നതായ ഒരു പട്ടണത്തെ സംബന്ധിച്ച് ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. here the word of God clearly speaks about the cities of ഇവിടെ Sodom and ഉള്ളതായ Gomorrah. നഗരത്തിന് എന്തുകൊണ്ട് പട്ടണത്തിന് നിലനിൽപ്പ് ഇല്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. The word of God clearly states why there is no standing for the cities which are present. 19-ന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. Let us read that word. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും, അതിനെ നശിപ്പിക്കാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ ഭൂമിയിലുള്ളതായ ഒരു പട്ടണത്തെ സംബന്ധിച്ചാണ് ഈ തിരുവെഴുത്ത് നാം വായിച്ചു കേട്ടത്. In the scriptures portion we read about the city which is in this world. മനുഷ്യന്റെ പാപമുഖാന്തരമായിട്ട് അവന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അവൻ അന്യപ്പെട്ടത് മുഖാന്തരമായിട്ട് ദൈവം ഒരു പട്ടണത്തെ നശിപ്പിക്കുവാൻ തന്റെ ദൂതന്മാരെ അയക്കുന്നു. Because men departed from God because of the sin, the Lord is sending his angels to destroy the city. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായ ഒരു നഗരം ഇല്ലല്ലോ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. That is why apostles have said that there is no continuing city for us in this world. അതുകൊണ്ട് ആ പട്ടണത്തിലുള്ളതായ നീതിമാന്മാരെ സംരക്ഷിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ അയക്കുകയുണ്ടായി. Therefore, in order to preserve the righteous men of the city, the Lord sent his angels. ഞങ്ങൾക്കും ഈ പട്ടണത്തോട് ഈ ദേശത്തോട് വിളിച്ചു പറയുവാനുള്ളതായ ഒരു സത്യമുണ്ട്. ഈ കാണുന്ന സകലവും ഒരു ദിവസം ഇല്ലാതെയായി തീരും. In this city, in this place, we also have a truth to declare that this, everything that you see will be destroyed one day. ദൈവം ഈ സുവിശേഷത്തെ ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord is sending this gospel to every nook and corner of this world. 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അതേ ലോത്തും കുടുംബവും ഈ സന്ദേശം അവർക്ക് ലഭിച്ചുവെങ്കിലും അവർക്ക് മുൻപോട്ട് പോകുവാൻ അല്പ കാലതാമസം ഉണ്ടാകുന്നു. Here in the 19th 16th verse, when we read that though this message was passed on to Lot and his family, they were hesitant to go from that place. മനുഷ്യൻ പാർക്കുന്ന പട്ടണം വിടുവാൻ, അവൻ പാർക്കുന്ന ഭവനം വിട്ടു പോകുവാൻ അവൻ അത്ര കണ്ട് പെട്ടെന്ന് താല്പര്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We can clearly say men will not be happy to depart from the place that he is dwelling in. ഈ ലോകത്തിലെ ചുറ്റുപാടുകളും സൗകര്യങ്ങളും ഒക്കെയും മനുഷ്യനെ ഇവിടെ നിന്ന് അതേ മറ്റൊരു പട്ടണത്തിലേക്ക് പോകുവാൻ, മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ അവനെ തടയുകയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. All the comforts and convenience that he has around him is preventing him from going to another place. എന്നാൽ ദൈവം കരുണയുള്ള ദൈവമാണെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. But here we can see Lord is a merciful God. ഈ താമസിച്ചു കൊണ്ടിരുന്നതായ വ്യക്തികളെ ദൈവം കൈക്ക് പിടിച്ച് അവരെ പട്ടണത്തിന്റെ പുറത്തേക്ക് തന്റെ ദൂതന്മാരെ കൊണ്ട് അവരെ കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. These people who were lingering to come out, the Lord
made the angels to hold on to the hand and bring them out of the city. എന്തിനാണ് ദൈവം അവരുടെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ഈ പട്ടണം അത് ന്യായം വിധിക്കപ്പെടാൻ പോകുന്നു എന്ന് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം. Why the Lord brought these people by holding their hand? Because this city was destined to be destroyed by the judgment. പത്രോസ് എഴുതിയ 2 ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ പട്ടണം അത് ദൈവം നശിപ്പിച്ചു കളയും, അത് ചാരമായി തീരുമെന്ന് വ്യക്തമായി പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പത്രോസ് സോദോം ഗൊമോറ പട്ടണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയും. Let us read 2 Peter chapter 2 verse 6, where it is clearly mentioned how the Sodom and Gomorrah will be destroyed and made to ashes. വായിക്കാം. സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സോദോം ഗൊമോറ എന്നതായ പട്ടണത്തെ ദൈവം ഉന്മൂല നാശം വരുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Here we can see God turned the cities of Sodom and Gomorrah into ashes and overthrew it. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നാം പാർക്കുന്നതായ ഇപ്പോൾ ഉള്ളതായ ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ ആത്മാവിൽ കാണുകയുണ്ടായി. When we read Revelation chapter 8 verse 7, John was able to see in his vision what is going to happen to the world we are living in. ഇവിടെ കാണുന്നതായ പട്ടണം നിലനിൽക്കുന്നതല്ല എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. The word of God clearly teaches that we have no continuing city here. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ഇത് വളരെ വ്യക്തമായി അവർ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. And the apostles have clearly reminded about this in all their epistles. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു എന്ന് താൻ പറയുന്നുണ്ട്. Titus chapter 3, St. Paul says, for our citizenship is in heaven. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ എന്തുകൊണ്ടാണ് അവർ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്നത്? But why are they wandering in the wilderness? ആത്മീകരായ ദൈവമക്കൾ അഥവാ ജലസ്നാനം സ്വീകരിച്ച് ഈ മരുഭൂമിയിലേക്ക് കടന്നു വന്ന പലരും ഇന്ന് ഉപദേശം എന്നതായ കാറ്റുകൊണ്ട് അവർ ഉഴന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. Many, after obeying to the water baptism and having become fellowship in the fellowship of the church, now they are wandering in the wilderness because of the diverse doctrines they hear. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ചാൽ അവൻ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. If a man repents and receives water baptism, it does not mean that he has attained the stature of Christ. അവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവസഭയിൽ ദൈവിക ഉപദേശത്തിൽ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൽ അവൻ എത്തിച്ചേരണം. He must receive the baptism of the anointing and thereafter he must grow in the doctrines and attain the stature of Christ. അതിനാണ് മനുഷ്യനെ ദൈവം യഥാർത്ഥ സഭയിലേക്ക് കൊണ്ടുവരുന്നത്. That is why Lord is bringing men to the true church. സഭയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് സ്ഥാനമാനങ്ങളോ ഉയർച്ചകളോ പദവികളോ ഇതൊന്നും നൽകുവാനല്ല യഥാർത്ഥമായി സഭയിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത്. The Lord is bringing a man to the true church not to give him any position or power. ഇന്ന് പല സഭകളും മനുഷ്യന് സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവനെ പല രീതിയിലും ക്രിസ്തുവിൽ നിന്നുള്ളതായ ആ ചിന്താഗതിയിൽ നിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുകയാണ്. Many churches are giving many positions to their members and diverting them away from the presence of God. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് 5 വിധമായി ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ളതായ അത് ദൈവത്തിന്റെ കരുണയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. When St. Paul writing to Ephesians chapter 5, he mentions about the 5 types of offices which the Lord has ordained in the church to lead the church to perfection. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത പ്രാപിക്കേണ്ടതിന് ദൈവസഭയ്ക്ക് 5 വിധമായി ഉദ്യോഗസ്ഥന്മാരെ ദൈവം തന്നിട്ടുണ്ട്. The Lord has ordained 5 types of officers to lead the church to the perfection of Christ. ഇവരുടെ ഉപദേശം എന്തായിരുന്നു? What is the doctrine? അവരുടെ ആത്മീക അനുഭവം എന്തായിരുന്നു? What was the spiritual അവർ experience? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി എല്ലാം വിട്ടും വെറുത്തും കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ സമർപ്പിച്ചവരായിരുന്നു. They have consecrated themselves to serve the Lord by forsaking everything they have. അവർ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ലോകത്തെ വിട്ട് അവർ വേർതിരിക്കപ്പെട്ടവരായി അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഇടയായി തീർന്നു. They have consecrated themselves and separated from the world, leaving everything behind in this world. അവരാണ് സ്വർഗരാജ്യ നിമിത്തമായിട്ട് തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കിയവരെന്ന് വ്യക്തമായി യേശു പറയുകയുണ്ടായി. Jesus made it clear these are the people who made themselves eunuchs for the kingdom of God. പഴയ നിയമത്തിൽ ലേവി ഗോത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവകാശം കൊടുക്കേണ്ട എന്ന് ദൈവം പറയുകയുണ്ടായി. In the Old Testament, God commanded that there be not any inheritance given to the tribe of Levi. ദൈവത്തിന് മഹത്വം
മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. We are called to live as strangers and pilgrims ഈ in this world. ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. We are called to live as people with nothing. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗീയമായ ഒരു പട്ടണത്തെ സംബന്ധിച്ച് വിളിച്ചു പറയുവാൻ സാധിക്കുകയുള്ളൂ. Only such people can declare about the kingdom of God. ഇന്ന് ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി ഈ മഹത്തായ ശുശ്രൂഷയ്ക്കായി അനേകരെ കർത്താവ് വിളിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for separating many to serve the Lord, forsaking everything in this world. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ കാണുന്നതായ പട്ടണം നശിച്ചു പോകുമെന്ന് വ്യക്തമാക്കി കൊടുത്തത്. That is why they made it clear that there is no continuing city here, it will be ഈ destroyed. കാണുന്നതായ പട്ടണം നശിച്ചു പോകുമെന്ന് ലോകത്തിൽ ഇന്ന് പല തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We can see so many examples that the cities of the present world be ഓരോ destroyed. രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളെ നശിപ്പിച്ചു കളയുവാനായിട്ട് അവർ വളരെ ക്രൂരമായ ആയുധങ്ങൾ, മിസൈലുകൾ അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. Every country is manufacturing very dreadful weapons to destroy other cities. ഒരു ഭാഗത്ത് സമാധാനം എന്ന് പറഞ്ഞാലും മറുഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി കൊണ്ടിരിക്കുന്നു. On the one hand they are speaking about peace, but on the other side they are preparing for war. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ബൈബിൾ വ്യക്തമായി പറയുന്ന നിലനിൽക്കുന്ന ഒരു നഗരം നമുക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. The word of God clearly says there is no continuing city for us in this world. നമുക്ക് വേണ്ടി ദൈവം ഒരു നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Because the Lord is preparing a city for us. അതിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ച് പഠിക്കുമ്പോൾ When we read about that in the scriptures, യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ബലമുള്ളതായ ഒരു നഗരം നമുക്കുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. when we read Isaiah chapter 26 verse 1, we can see that we have a strong city. ദൈവം നമുക്ക് വേണ്ടി ഒരു ഉറപ്പുള്ളതായ ഒരു പട്ടണം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. The Lord has prepared a strong city for us. എന്നാൽ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് അത് ഒരിക്കലും കാണാവുന്നതല്ല. But man will not be able to see with his naked eyes. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതായ ഒരു അവകാശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. The Lord is preparing an inheritance for us which man cannot see with his own eyes. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. St. Paul has made it very clear in 1 Corinthians chapter 2 verse 9 and 10. ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് അത് ഒരിക്കലും കണ്ടിട്ടില്ല. What the Lord has prepared, man eye hath not seen, അവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. neither have entered into the heart of man. എന്നാൽ അടുത്തതായി പറയുകയാണ്, ദൈവമോ അത് തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. But next he says, God hath revealed them unto us by his spirit. ദൈവം ഒരുക്കുന്നതായ പട്ടണത്തെ ആർക്ക് കാണുവാൻ കഴിയും? Who can see the city which the Lord is preparing? അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ വന്ന് ഇറങ്ങുവാനിടയായി തീർന്നു. During the time of apostles, they gathered together and were awaiting for the anointing, and the Spirit of God descended upon them. ഒരു വ്യക്തി എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കണം? Why it is necessary for a person to receive the Holy Ghost? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് അനുഗ്രഹവും നന്മയും ലഭിക്കുന്നത്? What are the blessings and goodness he is receiving when he receives the Holy Spirit? ഒന്നാമതായി ഇവിടെ നാം വായിക്കുമ്പോൾ ആത്മാവിനാൽ ഒരു വെളിപ്പാട് ഒരു ദൈവവൈതലിന് നൽകി തരികയാണ്. Firstly, a man of God who has received the Holy Spirit, by Spirit, there are revelations for him. അവന്റെ ആന്തരികമായ കണ്ണുകൾ തുറക്കപ്പെടുന്നു. His inner eyes are open. ദൈവം ഒരുക്കുന്നതായ ആ മഹത്തായ പട്ടണത്തെ കാണുവാൻ അവന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. His eyes are open to see the glorious city which the Lord is preparing. ആത്മാവിനാൽ അവൻ അത് കണ്ടുകഴിയുമ്പോൾ By Spirit, when he is able to see it, അവന്റെ ജീവിതത്തിൽ പ്രത്യാശ കൊണ്ട് അവന്റെ ഹൃദയം നിറയപ്പെടുകയാണ്. his heart is filled with hope. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിലുള്ളതായ അനേക ദൈവഭക്തന്മാർ അവർ മരിക്കുന്നതിന് മുമ്പ് അവർക്കായി ഒരുക്കുന്ന പട്ടണം കണ്ടിട്ട് അവർ പറയുകയാണ്, എന്നെ പ്രാർത്ഥിച്ച് അയച്ചാട്ടെ, എന്റെ അവകാശത്തിലേക്ക് ഞാൻ പോകുവാൻ പോകുന്നു. Therefore many saints who departed from this world, when they were about to die, they said, please pray for me that I am going to enter into my inheritance. അപ്പോസ്തലനായ യോഹന്നാനെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും തന്നെ നാടുകടത്തുകയും ചെയ്തു. Apostle as John was
sent to an island because and he was put into much difficulty. താൻ ഒരു ഏകാന്ത അവസ്ഥയിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. And he was in a solitary state. തന്റെ ജീവിതത്തിൽ അതേ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആശ്വസിപ്പിക്കുവാനോ സമാധാനിപ്പിക്കുവാനോ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. In that lonely state there was nobody to help him or comfort him. എവിടെ നോക്കിയാലും തനിക്ക് നിരാശ ഉണ്ടാകുന്നതായ കാഴ്ചകൾ താൻ കണ്ടുകൊണ്ടിരുന്നു. Whichever direction he was seeing, he was only able to see things which was causing discourage in his life. അന്നത്തേതായ ഭരണകൂടം വിചാരിച്ചത് ഇദ്ദേഹം നിരാശപ്പെട്ട് മരിക്കുമെന്ന് ചിന്തിക്കുകയുണ്ടായി. The government of that day thought by discouragement he will die. തന്നെ ആ ശിക്ഷാവിധിയിൽ ഏർപ്പെടുത്തിയതായ വ്യക്തികൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. And the people who put him to that punishment was observing. കാരണം അവിടെ പോയവർ ഒക്കെയും കഴുകന്മാർക്ക് ഇറയായി തീർന്നിട്ടുണ്ടെന്നല്ലാതെ അവർക്ക് യാതൊരു പ്രത്യാശയും ലഭിച്ചിട്ടില്ല. Because all those who were sent earlier, they all became food for the eagles. Nobody received any hope. ലോകത്തിൽ പലരും കഷ്ടങ്ങൾ അനുഭവിച്ച് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ In this world, when many are filled with difficulties and disappointed, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചതായ ഒരു ദൈവവൈതലിന്റെ അനുഭവം എന്തായി തീരുന്നു? what will be the experience of a child of God who is anointed with the Holy Spirit? താൻ ആത്മവ്യവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ When he was sent to Bethlehem, ദൈവം തന്നെ തന്നോട് പറയാണ് ഇവിടേക്ക് കയറി വരാൻ ആവശ്യപ്പെടുകയുണ്ടായി. Jesus himself said unto him, come up hither. ദൈവം ഒരുക്കുന്നതായ മഹത്തായ ഒരു പട്ടണത്തെ താൻ ആത്മാവിൽ കണ്ടുകൊണ്ടേയിരുന്നു. By spirit he was able to see the glorious city the Lord is preparing. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ When we read Revelation chapter 21 verse 10, യെരുശലേം എന്നതായ വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് താൻ ആത്മാവിൽ കാണുകയുണ്ടായി. he was able to see in the spirit the great city, the holy Jerusalem, descending out of heaven from God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്തുകൊണ്ടാണ് അത് ഇദ്ദേഹത്തിന് ഈ പട്ടണം എങ്ങനെ കാണുവാൻ കഴിഞ്ഞു? How was this person able to see this city? ലോകത്തിൽ ഭയങ്കര പ്രതികൂലങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ While he was experiencing trials and tribulation, difficulties in this world, ഇന്ന് പെന്തക്കോസ്തുകാർ എങ്ങനെയാണ് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നത്? how the Pentecostal people are worshiping the Lord in spirit. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർ, The people who are going through tribulation, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, people going through trials, ലോകത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ വളരെയേറെ കഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. there are many children of God who are experiencing much difficulties before the people of the world. എന്നാൽ അവർ ആരാധനയ്ക്ക് വന്ന് മുട്ടുമടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ അവർ നൃത്തം ചെയ്യുന്നു. But when they come to the presence of God and worship the Lord, they are dancing in the spirit. ഇത് എങ്ങനെ സാധിക്കും? How is it possible? ഇതാ പത്മോസ് ദ്വീപിൽ പലരും നിരാശപ്പെട്ട് കിടക്കുമ്പോൾ, When many are disappointed in the Isle of Patmos, മരണത്തെ മുഖാമുഖമായി കണ്ട് ആരെങ്കിലും രക്ഷിക്കുമെന്ന് കാത്തിരിക്കുമ്പോൾ, when they were eagerly waiting if somebody will deliver them out of death, അതേ സ്ഥലത്തിരുന്ന ഒരു ദൈവഭക്തൻ ദൈവത്തെ ആരാധിക്കുകയാണ്. in the same place there was a child of God who was worshiping God. അത് എങ്ങനെ സാധിക്കും? How is it possible? അവൻ ആത്മാവിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടവനാണ്. Because he was a man whose spiritual eyes was open. ഇന്ന് രാത്രികാലം Tonight, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, all children of God who are going through sufferings, നിന്റെ ആത്മാവിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നുവെങ്കിൽ, if your eyes, spiritual eyes are open, നിന്റെ അകത്തെ ഉള്ളതായ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ, if your inner eyes are open, പൗലോസ് പറയുകയാണ് ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. St. Paul says we reckon the sufferings of the present world are nothing. ഈ ലോകം താൽക്കാലികമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. The word of God clearly says the present world is temporary. അപ്പോസ്തലന്മാരുടെ ഉപദേശം അതുപോലെ തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. And likewise only the doctrines of apostles are ഈ established. ലോകത്തെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഒരു അവസാനത്തോട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. When we carefully observe the world, we can see that it is nearing to the end. എന്നാൽ പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ, ദൈവത്തെ അറിഞ്ഞവർ ഈ ലോകം താൽക്കാലികമെന്ന് മനസ്സിലാക്കി അവർക്കായി ഒരുക്കുന്ന പട്ടണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടില്ല എങ്കിൽ, But the people of God, the Pentecostal people, if they know that this world is a temporal world, and if they do not prepare themselves, ഇവർ മരുഭൂമിയിൽ നടന്നതുപോലെ ഉഴന്ന് നടക്കുന്നതായ ഒരു ജീവിതം മാത്രമാണ്. they will be only doing a life like wandering in the wilderness. മനസ്സാന്തരപ്പെട്ടതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നില്ല. By repentance and taking water baptism, you do not attain the perfection. ആത്മാവിൽ ഈ പട്ടണത്തെ കണ്ടവർ എന്താണ് ഏറ്റുപറയുന്നത്?
all those who saw this city by spirit, what are they confessing? എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് അവർ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. When we read Hebrews chapter 11 verse 13 and 14, they confess that they are strangers and pilgrims in this world. അബ്രഹാമിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് തന്റെ അതേ മക്കളായ ഇസഹാക്കിനോടും യാക്കോബിനോടും താൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതായ നഗരത്തിന് വേണ്ടി പട്ടണത്തിന് വേണ്ടി താൻ കാത്തിരുന്നു. About Abraham it is mentioned he lived with Isaac and Jacob in tents looking for the city which is being prepared by the Lord. ഈ മരുഭൂമിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വ്യക്തമായ വെളിപ്പാട് ദൈവജനത്തിന് ആവശ്യം. It is very essential for the children of God to know why the Lord has brought you into this wilderness. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു? What was the purpose of the Lord bringing the children of Israel to കഷ്ടപ്പെടുത്തുവാൻ the wilderness? വേണ്ടിയല്ല, Not to trouble them, അവരെ നിരാശപ്പെടുത്തി കളയുവാൻ വേണ്ടിയല്ല, not to disappoint them. അവിടെ അവർക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായത് ശരിയാണ്, It is true that they had to face കൈപ്പായ difficulty. അനുഭവങ്ങൾ ഉണ്ടായത് ശരിയാണ്. They went through difficult എന്നാൽ ദൈവം അതെല്ലാം പരിഹരിച്ചു കൊടുക്കുവാൻ മതിയായവനായിരുന്നു. but the Lord was all sufficient to meet all their needs. ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ അത് പരിഹരിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. Child of God, after knowing God, you have come to this place. Whatever may be your problem, the Lord is there to solve all your problems. ഈ കഷ്ടത ഒന്നും ഒരിക്കലും ദൈവമക്കളെ തടയുവാൻ കഴിയുന്നതല്ല. These sufferings are not to trouble or prevent the people of God. ഈ പ്രതികൂലങ്ങൾ ഒരിക്കലും ഒരു ദൈവവൈതലെ തടയുവാൻ കഴിയുന്നതല്ല. These tribulations cannot be an obstacle to the people. ദൈവമക്കളുടെ പ്രത്യാശ അതിനപ്പുറമായിട്ടുള്ളതാണ്. Because the people of God have a heart ലോകത്തിൽ beyond this. ഒരു ശക്തിക്കും നിന്നെ തടയുവാൻ കഴിയത്തില്ല. No power in this world can prevent you. ഇന്ന് രാത്രി അത് എത്ര പേർ വിശ്വസിക്കുന്നു? Tonight, how many of you believe it? കഷ്ടതയെ പറഞ്ഞു പറഞ്ഞു നിരാശപ്പെടരുത്. Do not be discouraged by telling about your suffering. ദൈവം ഒരുക്കുന്ന ഒരു പട്ടണമുണ്ട് ആത്മാവിൽ. ഇന്ന് രാത്രി നമുക്കത് കാണാം. There is a city prepared by God by spirit. Let us see it. ആ പട്ടണത്തെ കാണുന്നവരുമായി കാലുകൾ നിലംപതിക്കുന്നില്ല. If you see that city, you will not be അത് standing on the feet. കണ്ടുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നു. After seeing they are worshiping the Lord. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ ആത്മാവിൽ നൃത്തം ചെയ്യുന്നത്. That is where the people of Pentecost ലോകത്തിലുള്ളത് കണ്ടിട്ടല്ല പ്രിയമുള്ളവരെ, not by looking the things of the world, ലോകത്തിലുള്ള നന്മ കണ്ടിട്ടല്ല, not by the goodness of the world, ലോകത്തിലുള്ള ഉയർച്ച കണ്ടിട്ടല്ല, not by the exaltation of the world. ദൈവം ഒരുക്കുന്ന ഒരു പട്ടണം ആത്മാവിൽ കാണുന്നവർ They are seeing a city prepared by God in spirit. അവൻ അടങ്ങിയിരിക്കുകയില്ല. They will not keep quiet. അവൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. They will be worshiping God. യോഗനാണ് എന്തുകൊണ്ട് നീ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നെന്ന് ചോദിച്ചാൽ, If you ask John, why are you worshiping God in spirit? യോഗനാണ് പറയുവാനുള്ള ഒരു മറുപടി ഉണ്ട്. There is an answer, John. ഇതാ ഒരുക്കപ്പെട്ടതായ ഒരു പട്ടണം ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. I have seen with my eyes of spirit a city descending from heaven. ഇന്ന് രാത്രി നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. Let us lift both our hands and let's praise God. നമുക്ക് അങ്ങനെ ഒരു മഹത്തായ അവകാശം ദൈവം വെളിപ്പെടുത്തി തന്നുവല്ലോ. Because the Lord has revealed such a glorious inheritance to us. ദൈവം ഒരുക്കുന്ന ഒരു പട്ടണത്തെ കാണുവാൻ ആത്മാവിന്റെ കണ്ണ് തുറക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? How many of you have your inner eyes open to see the glorious city? അനേക മനുഷ്യർ ഇന്ന് ലോകത്തിലെ അനുഗ്രഹത്തിന് പിന്നാലെ ഓടുമ്പോൾ When many people are running after the blessings of this world, ദൈവത്തെ അറിഞ്ഞ ദൈവജനം the people who have known God, ആത്മാവിന്റെ കണ്ണ് തുറക്കപ്പെട്ടവരായി ആ പട്ടണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. they are preparing for the city because the inner eyes are open. എന്നാൽ ഇവരുടെ ഒന്നാമത്തെ കഷ്ടത എന്താണെന്ന് നാം വായിക്കുമ്പോൾ, But when we see what was their first trouble, അവർ പാർക്കുവാൻ തക്കതായ പട്ടണം കാണാത്തത് കൊണ്ട് മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയുണ്ടായി. they found no city to dwell. Therefore, they were wandering in the wilderness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയെ നോക്കി നിലവിളിച്ചു. When we come back to the same scripture, we can read that they cried unto the Lord in their trouble. 107 സങ്കീർത്തനത്തിൽ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 7 വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരുടെ കഷ്ടതയിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അടുത്തത്
അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്താണ് കഷ്ടത എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? What is the trouble here? അവരുടെ കഷ്ടതയിൽ യഹോവയെ നോക്കി അവർ നിലവിളിക്കുകയുണ്ടായി. They cried unto the Lord in their trouble. സഭയ്ക്ക് വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നില്ല. Just by coming to the church, they do not receive all the blessings. സഭയിൽ വന്നതായ ഒരു വ്യക്തിയുടേതായ ആത്മീക വെളിപ്പാട് എങ്ങനെയായിരിക്കണം? What must be the spiritual revelation of a person who is in the church? അവൻ ഈ ലോകം താൽക്കാലികമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കണം. He must live by confessing that this world is ഈ temporal. ലോകത്തിൽ അന്യരും പരദേശികളും എന്നവർ ഏറ്റുപറഞ്ഞ് ജീവിക്കണം. They must confess that we are strangers and pilgrims in this അങ്ങനെ world. ജീവിക്കുന്നില്ലെങ്കിൽ അതാണ് ഒരു ദൈവവൈതലിലെ ഏറ്റവും വലിയ കഷ്ടത എന്ന് പറഞ്ഞിരിക്കുന്നത്. If such a life is not there, that is the greatest trouble in the life of a child അവർ of God. പാർക്കുവാൻ തക്കതായ പട്ടണം കണ്ടെത്താത്തത് കൊണ്ട് അവർ ഉഴന്നു നടക്കുകയാണ്. They found no city to dwell, therefore they were wandering. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് അനേകർ അങ്ങനെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Today we can see so many people wandering like that. അവരുടെ ജീവിതത്തിൽ ഒരു ദൈവിക പ്രത്യാശയില്ല. They don't have a divine hope. അവർ രക്ഷിക്കപ്പെട്ടത് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. They were saved expecting to receive something. സ്നാനപ്പെടുമ്പോൾ അവരൊക്കെ കൊടുത്തിരിക്കുന്ന ഉപദേശം, സ്നാനപ്പെടുമ്പോൾ ഇങ്ങനെയുള്ളതായ ലോകത്തിലെ നന്മ കിട്ടുമെന്ന തെറ്റായ ഉപദേശമായിരിക്കാം. Because they were given a wrong doctrine saying that when you take water baptism you will receive all the blessings of the world. അങ്ങനെയുള്ളവർ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ, When such people come into the church അങ്ങനെയുള്ളതായ നന്മകൾ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടാതെ വരുമ്പോൾ and when they are not receiving the blessing, അവരാകെ ഉഴന്നു നടക്കുന്നവരായി മാറുകയാണ്. they become people who are wandering. എന്നാൽ യേശു ഒരു സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. But Jesus has said a truth. 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ, When we read Matthew chapter 6, the last verse, ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, seek the kingdom of God and his righteousness. എന്നാൽ അതോടുകൂടെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. And he has promised, and all things shall be added unto you. മക്കളെ, നാം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ, The beloved children of God, when we seek the kingdom of ഈ God, ലോകത്തിന്റെ നന്മയുടെ പിന്നിൽ പോകേണ്ട, we need not go after the blessings of the world. ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകേണ്ട, We need not go after the blessings of the world. നിനക്ക് വേണ്ട സകല നന്മകളെയും നൽകുന്ന ഒരു ദൈവമുണ്ട്. There is a God who is able to provide all the blessings for you. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ ഒരു ദൈവമുണ്ട്. There is a God who led the children of Israel in the അവരെ wilderness. പോഷിപ്പിച്ച ദൈവമുണ്ട്. There is a God who fed them in the അവരെ wilderness. ആവശ്യങ്ങളെ നൽകിയ ഒരു ദൈവമുണ്ട്. There is a God who met all their needs. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശുദ്ധന്മാർ ഈ പ്രതിഷ്ഠയിലും ഈ വിശ്വാസ ജീവിതം ചെയ്യുവാൻ അവർ തങ്ങളെ സമർപ്പിച്ചു കൊടുത്തത്. That is why the saints have consecrated themselves to live this faith life. ഈ ലോകത്തിൽ അങ്ങനെ ഒരു ജീവിതം ചെയ്യുവാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. And I praise God for giving such a blessed life to live. അവർ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമെന്ന് അവർ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. They are living by confessing that they are strangers and pilgrims in this world. അവരുടെ ഉപദേശം അങ്ങനെയുള്ള ഉപദേശമാണ്. The such is the doctrine. അങ്ങനെയുള്ളതായ ഉപദേശത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാം. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമുക്കായി ഒരു പട്ടണം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. There is a city being prepared for us. എന്നാൽ എന്താണ് ഈ കഷ്ടത എന്ന് പറഞ്ഞിരിക്കുന്നത്? But what is the trouble here? പാർക്കുവാൻ തക്കതായ പട്ടണം അവർ കണ്ടെത്തിയില്ല. They found no city to dwell in. അവർ മരുഭൂമിയിൽ ഉഴർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. And they are wandering in the wilderness. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും, Our beloved people, those who are hearing this word, ദൈവം നമുക്കായി ഒരുക്കുന്ന പട്ടണത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാട് ഇല്ല എങ്കിൽ, if you do not have the revelation concerning the city which the Lord is preparing അങ്ങനെയുള്ളവർ for, ദൈവത്തെ നോക്കി ഇന്ന് രാത്രി നിലവിളിച്ചാണ്. tonight please cry unto the Lord. അവർ പാർക്കുവാൻ തക്കതായ പട്ടണത്തിലേക്ക് ചെല്ലേണ്ടതിന് In order to reach the city where they have to അവരുടെ dwell, നിലവിളി കേട്ടവനായി ദൈവം the Lord who had their അവരെ cry, ചൊവ്വേയുള്ള വഴിയിൽ കൂടെ നടത്താൻ തുടങ്ങി. He started to lead them in the right way. യേശു ലോകത്തിലായിരുന്നപ്പോൾ അത് പ്രസ്താവിച്ചിട്ടുണ്ട്.
വിളിച്ചിട്ടുണ്ട്. And when Jesus was on this earth, he has declared, സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ളതായി വഴിയും സത്യവും ജീവനും ഞാനാകുന്നെന്ന് പറയുകയുണ്ടായി. he said, I am the way, truth and life to the kingdom of God. അതാണ് ചൊവ്വേ ഉള്ള വഴി എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the right way. ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ അവിടെ ചെല്ലുവാൻ ഒരിക്കലും സാധ്യമല്ല. You cannot reach the place by going any other way. ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ആ പട്ടണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. Only through the way which is Christ you can reach the city. അവരുടെ ജീവിതത്തിൽ അവർ ഈ അനുഭവത്തിൽ വന്നു എന്നാൽ അവർ ഉഴന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. They came into this experience but they were wandering. അപ്പോൾ അവർക്ക് മനസ്സിലായി, That time they understood. ഇത് തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയാണെന്ന് മനസ്സിലായി. This is the trouble in their life. അവരുടെ കഷ്ടതയിൽ അവർ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തെ നോക്കി നിലവിളിക്കുകയുണ്ടായി. When they understood their trouble, they cried unto the Lord. നീ സത്യം അറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം. You may be a person who has received the truth. ദൈവസഭയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് നിനക്ക് അവകാശപ്പെടാം. You may claim that you have fellowship in the church ഞാൻ of God. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടാം. You may say, I am worshipping the Lord. എന്നാൽ നിന്റെ ആത്മീക അവസ്ഥ എന്താണ്? But what is the true state of your spiritual life? നിനക്കായി ഒരു പട്ടണം ഒരുക്കുന്നു എന്ന വെളിപ്പാടുണ്ടോ? Do you have the revelation that a city അതോ is ഈ prepared for? മരുഭൂമിയിൽ ഉഴർന്ന് നടക്കുകയാണോ? Or you are wandering in the wilderness? അങ്ങനെയുള്ള ആത്മീക വെളിപ്പാട് നിനക്ക് ലഭിച്ചിട്ടില്ലയോ? Have you not received the spiritual revelation? എന്നാൽ ഇന്ന് രാത്രി ദൈവത്തെ നോക്കി നീ നിലവിളിച്ചാട്ടെ. Tonight cry unto the Lord. അവൻ നിനക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാ. He is giving you the answer. എന്തിനാണ് ദൈവസഭ? What is the need of the church? ദൈവം ഒരുക്കുന്ന പട്ടണത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ്. In order to show the direction to the city. ദൈവ രാജ്യത്തിലേക്ക് ദൈവജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ്. In order to prepare the children of God for the kingdom of God. ഹല്ലേലൂയ. ആ Hallelujah. സഭയുടെ അംഗമായി തീരുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? Have you become the member of the church? എങ്കിൽ നീ ഒരു ഭാഗ്യശാലിയായി തീരും. Then you will be a blessed man. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പോൾ ഒന്നാമത്തെ കഷ്ടത എന്ന് പറയുന്നത് യഥാർത്ഥമായ പട്ടണത്തെ കാണുവാൻ കഴിയാത്തതാണ്. Therefore, the first trouble is that they were not able to find the right city. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, Therefore, when we read in Psalms 50, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. the Lord said, call upon me in the day of trouble and I will deliver ദൈവമക്കളുടെ thee. കഷ്ടത എന്ന് പറയുന്നത് ഈ പട്ടണത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ആത്മീക ജീവിതത്തിൽ നിരാശയും ദുരിതവും കഷ്ടതയും മാത്രമായിരിക്കും. For the children of God, if you are unable to find this city, then all your life you have trouble and difficulty, sufferings. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. രണ്ടാമത്തെ കഷ്ടത എന്ന് പറയുന്നത് എന്താണെന്ന് തിരുവെഴുത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. I want to remind you about the second trouble that is mentioned here. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ജീവിക്കുവാൻ താല്പര്യമില്ലാത്തവരായി മാറി. They became people who are not willing to live according to the word of God. 107-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ When we turn our attention to അവർ 107 Psalm, ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്നവരായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. there we can see they were rebelling against the word of God. ദൈവത്തിന്റെ വചനത്തോട് അവർ മത്സരിക്കുന്നവരായി മാറുന്നു. They were rebelling against the word of God. 10-ാം വാക്യവും 11-ാം വാക്യവും നാം വായിക്കുമ്പോൾ When we read the 10th and 11th verse, 10 തുടങ്ങി 12-ാം വാക്യം 10ഉം 11ഉം 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. when we read the 10, 11 and 12th verse, we can understand the reason. 13-ാം വാക്യം വായിക്കുമ്പോൾ വീണ്ടും അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. The 13th verse, the same thing is repeated. അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ നോക്കി നിലവിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. There it is mentioned they cried unto the Lord in their trouble. ഇവിടെ രണ്ടാമത്തെ കഷ്ടതയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. Here it is mentioned about the second trouble. ഈ രണ്ടാമത്തെ കഷ്ടത എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ടതായ ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. In the second trouble, I want to turn your attention to some important things. 10-ാം വാക്യം വായിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി അവർ മത്സരിച്ചു. In the 11th verse, we read that they were rebelled against the word of God. രണ്ട് ദൈവത്തിന്റെ ആലോചനയെ അവർ നിരസിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Secondly, they condemned the counsel of the Most High. അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം കഷ്ടതയാണ് ജീവിതത്തിൽ കടന്നു വന്നത്. Therefore, what are the troubles that fell upon them? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുമ്പോൾ അവന് എന്ത് സംഭവിക്കും? If a man
rebels against the word of God, what will happen to him? ഇന്ന് മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തെ പല രീതിയിലും ഒടിച്ചു കളയുവാൻ അല്ലെങ്കിൽ കോട്ടിക്കളയുവാൻ ശ്രമിക്കുകയാണ്. In these days, man is trying to turn and twist the word of God. ഒരു ഭാഗത്ത് മനുഷ്യൻ ദൈവവചനത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. On the one side, man is rebelling against the word of God. വളരെ വ്യക്തമായി ജലസ്നാനം ഇങ്ങനെയാണ് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് എതിരെ പറയുന്ന പലരെയും നമുക്ക് ലോകത്തിൽ കാണാം. The word of God clearly mentioned how the water baptism should be given, but many are speaking against it. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്ന പലരെയും ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. In this world, we can see so many people who are rebelling against the word of God. ഒരു മനുഷ്യൻ വചനമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ അകന്നു പോകുമ്പോൾ അതിനോട് മത്സരിക്കുമ്പോൾ അവന് എന്താണ് സംഭവിക്കുന്നത്? What will happen to a man when he departs from the word of God, when he starts rebelling against the word of God? 11-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു അന്ധകാരത്തിന്റെ അനുഭവമാണ് ജീവിതത്തിൽ വരുന്നത്. അത് ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. 10ഉം 11ഉം വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. Glory be to God. ദൈവത്തിന്റെ വചനത്തോട് ഒരു മനുഷ്യൻ മത്സരിക്കുമ്പോൾ When a man rebels against the word of God, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇരുട്ട് അവന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. what is happening in his life? The first thing is darkness is coming. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം വായിക്കുമ്പോൾ When we read 119 Psalm, ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അത് എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. about the word of God, it is mentioned, it is a lamp unto my feet and a light unto my path. ദൈവവചനത്തോട് ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ വെളിച്ചം അവന് നഷ്ടപ്പെട്ടു പോകുകയാണ്. When a man rebels against the word of God, he is losing this light. വചനത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നതായ ഏതൊരു വ്യക്തിയും ഇരുട്ടിലും അന്ധതമസിലുമായി പോകും. A man who is losing the light of the word of God, he will sit in darkness. കാരണം ഈ തിരുവെഴുത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരിക്കലും മാറ്റം വരികയില്ല. Because there is no word, a jot or tittle will be changed from the word of God. അവരവരുടേതായ രീതിക്ക് ഈ വചനത്തെ തിരിച്ചു കളയുവാനോ ഇതിനോട് മത്സരിക്കുവാനോ ദൈവം ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. The Lord has not empowered anybody to change the word of God, to rebel against the word of God. ഈ ദൈവത്തിന്റെ വചനം അതുപോലെ നിവർത്തിയാകേണ്ടതാണ്. These words must be fulfilled as it is. ആകാശം ഭൂമി മാറിപ്പോകട്ടെ, The heaven and earth may pass എന്നാൽ away, തിരുവെഴുത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. but the word of God will never ഈ change. വചനത്തോട് ആരെങ്കിലും മത്സരിക്കുന്നുവെങ്കിൽ If anyone is rebelling against the word of God, അവൻ അന്ധകാരത്തിൽ ഇരുട്ടിലായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. it is mentioned that he will be in the shadow of death and darkness. പല മനുഷ്യ ജീവിതത്തിലും അവർ ഇരുട്ടിലായി പോയിരിക്കുകയാണ്. Today many men are living in darkness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വചനത്തെ വേണ്ടതുപോലെ അംഗീകരിക്കാത്ത മനുഷ്യൻ ഇരുട്ടിലായി തീരുന്നു. A man who is not able to accept the word as it is, he is in darkness. ദൈവത്തിന്റെ സഭ ഒരു വെളിച്ചമെന്നും ദൈവവചനം വെളിച്ചമെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. From the word of God we can learn that the church of God is a light. The word of God is a light. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അവൻ ഇരുട്ടിലാകുന്നു എന്ന് പറയുമ്പോൾ അത് മരണത്തിന്റെ ശക്തിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. When it is mentioned that he will sit in darkness, it speaks about the power of death. മറ്റുള്ളതായ പരിഭാഷകളിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ ഇരുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In English it is mentioned the shadow of death. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവവചനത്തോട് ഒരു മനുഷ്യൻ മത്സരിക്കുമ്പോൾ അവൻ മരണത്തിന്റെ ഇരുട്ടിൽ തള്ളപ്പെടുകയാണ്. When a man rebels against the word of God, he is pushed into the darkness of death. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. മരണത്തിന്റെ ഇരുട്ട് അവന്റെ ഉള്ളിൽ വ്യാപിക്കുമ്പോൾ When the darkness of death comes into അവൻ him, മരണത്തിന്റെ ഭയത്തിന് അവൻ അടിമയായി മാറുന്നു. he become a slave to the fear of death. എബ്രായർക്ക് ലേഖനം 2-ാം 14-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. That is clearly mentioned in Hebrews chapter 2 verse 11. മരണഭയത്താൽ മരണഭീതിയാൽ മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുകയാണ്. The man is enslaved to the fear of death. എന്നാൽ യേശു ക്രിസ്തു മരണത്തിന്റെ അധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ അവൻ നീക്കിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. But
the Lord Jesus has destroyed the author of death, the Satan, by his death. ദൈവവചനത്തോട് മത്സരിക്കുന്ന മനുഷ്യൻ മരണ ഭയത്തിന് അവൻ അധീനനായി ജീവിച്ചുകൊണ്ടിരിക്കും. A man who rebels against the word of God, he will live in the fear of death always. ദൈവവചനത്തിന്റെ വെളിച്ചം അവനിൽ നഷ്ടപ്പെട്ടിരിക്കും. Because he has lost the light of the word of God. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് But for a child of God, അവൻ ഒരിക്കലും മരണത്തെ ഭയപ്പെടുന്നില്ല. he will never fear death. ഒരിക്കൽ ദാവീദ് തന്റെ അനുഭവത്തിൽ കൂടെ താൻ ഇങ്ങനെ ഒരു സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി. In one of the Psalms, David says about his experience. 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ When we read the 23rd Psalm and the 4th അവിടെ verse, കൂരിരുട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്, കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞിരിക്കുകയാണ്. there he is mentioned the valley of the shadow of death. എന്നാൽ മറ്റുള്ള പരിഭാഷകളിൽ അത് മരണത്തിന്റെ താഴ്വര എന്ന് പറഞ്ഞിട്ടുണ്ട്. In English, it is mentioned as the shadow of valley of death. മരണ നിഴലിൽ പള്ളത്താക്ക് അല്ലെങ്കിൽ താഴ്വര എന്ന് പറഞ്ഞിരിക്കുകയാണ്. It is mentioned as the shadow of valley of the shadow of death. എന്നാൽ ദാവീദ് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, But David says like this: കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നുപോയാൽ though I walk through the valley of the shadow of ഒരു death, അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. I will fear no evil. ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. I will fear no evil. എന്താണ് ദാവീദ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, If you ask the reason to David, ദാവീദിന് പറയുവാൻ ഒരു സത്യമുണ്ട്. there is a truth that David എന്നെ is, നടത്തുന്നത് എന്റെ ദൈവമാണ്. I am led by my God. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. My God is with me. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെ ഉണ്ട്? In this tonight, how many children are there with such a hope? എന്തുകൊണ്ടാണ് നാം ധൈര്യമായിരിക്കുന്നത്? Why we are bold? എന്തുകൊണ്ടാണ് നാം ഏറ്റുപറയുന്നത്? Why we are confessing? എന്തുകൊണ്ടാണ് ദൈവത്തെ നാം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്? Why we are believing in എന്റെ God? കൂടെ ഒരു ദൈവമുണ്ട്. I have a God with me. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആ കൂരിരുട്ടിൽ കൂടെ കടന്നുപോയപ്പോൾ, When they were passing ആ through the darkness, മരണത്തിന്റെ ശക്തി തന്നോട് പോരാടിയപ്പോൾ, when the power of death was working in them, ദൈവത്തെ താൻ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുകയുണ്ടായി. he was looking unto God and going forward. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അത് ഒരു ദൈവ പൈതൽ ഒരിക്കലും ദൈവത്തിന്റെ വചനത്തോട് അവൻ മത്സരിക്കരുത്. A child of God should never rebel against the word of God. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയോ അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്യുമ്പോൾ, When you rebel against the word of God and contempt against the counsel of high, ഒന്നാമത് അവർ ഇരുട്ടിലായി പോകുന്നു. അടുത്തതായിട്ട് അന്ധതമസ് അവരുടെ ജീവിതത്തിൽ വരുന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങളയാലും അവർ ബന്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. there it is mentioned they will first sit in darkness and in shadow of death, being bound in affliction and iron. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. മനുഷ്യൻ ദൈവത്തിന് വിരോധമായി തിരിയുമ്പോൾ, When man turns against God, ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി അവൻ പ്രവർത്തിക്കുമ്പോൾ, when he starts working against the word of God, യഥാർത്ഥമായി ദൈവത്തിന്റെ വചനത്തിനെതിരായി പ്രവർത്തിക്കുന്നതായ വ്യക്തിയെ a man who is working against the true word of God, ന്യായം വിധിക്കുന്ന പിടിച്ചു കെട്ടുന്ന ഒരു ദൈവമുണ്ട്. there is a God who will bind him. എത്ര വലിയ ശക്തരാണെങ്കിലും, How much ever mighty they are, ലോകത്തിൽ അവർ എത്ര അറിയപ്പെടുന്നവരാണെങ്കിലും, they may be renowned in this world. ഈ ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്നവനെ പിടിച്ചു കെട്ടുന്നതായ ഒരു ദൈവമുണ്ട്. There is a God who will bind the person who is rebelling against the word of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇവിടെ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങളയാലും അവർ ബന്ധിക്കപ്പെടുകയാണ്. Here it is mentioned that they were bound in affliction and iron. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഈ വചനത്തോട് മത്സരിച്ചിട്ടുണ്ടോ? Beloved, have we ever by ignorance rebelled against the word of God? ദൈവത്തിന്റെ ആലോചനയെ നാം നിരസിച്ചു കളഞ്ഞിട്ടുണ്ടോ? Have we condemned against the counsel of the God? ഒരിക്കൽ ഭക്തനായ യോബ് തന്റെ പുസ്തകത്തിൽ താൻ ഇങ്ങനെ എഴുതി ചേർത്തു. Job in his book is writing like this. 42-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, When we read the 42nd chapter, അറിവ് കൂടാതെ ദൈവത്തിന്റെ ആലോചനയെ മറിച്ചു കളയുന്ന ഇവൻ ആർ എന്ന് താൻ ചോദിക്കുകയാണ്. who can turn the counsel of God? It is mentioned. തനിക്ക് അറിയാത്തത് കൊണ്ട് മഹത്തായ കാര്യങ്ങളെ താൻ ഗ്രഹിക്കാതെ പോയി. Because he did not know, he did not understand the great things of God. ദൈവത്തിന്റെ ആലോചനയ്ക്ക് എതിരായിട്ട് ചില ചിന്തകൾ വന്നു. Some thoughts came against the plan of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, In our life, if we had gone through such experience, ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, if we have rebelled against the word of God, രാത്രി കാലം മൗനമായി ദൈവത്തോട് ഒന്ന് സമ്മതിച്ചാട്ടെ. silently confess it to God. കർത്താവേ, ദൈവത്തിന്റെ വചനത്തെ ഞാൻ അറിയാതെ വചനത്തോട് ഞാൻ മത്സരിച്ചു. Oh Lord, ignorantly I have rebelled against the word of God. ദൈവത്തിന്റെ ആലോചനയെ ഞാൻ നിരസിച്ചു കളഞ്ഞു. I have despised the counsel of God.
എന്റെ ജീവിതത്തിൽ അതുകൊണ്ടാണോ ഈ അനുഗ്രഹങ്ങൾ തടസ്സമായത്? Because of that, all the blessings were stopped in my life. ദൈവം തന്റെ ജനത്തെ, തന്റെ വചനത്തെ അയച്ചാണ് അവനെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നത്. The Lord is sending His word and delivering His people. ദൈവത്തിന്റെ വചനത്തെ ദൈവം അയക്കുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് പകരം അതിനോട് നാം മത്സരിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതലിന്റെ പ്രവൃത്തി താമസിച്ചുകൊണ്ടിരിക്കും. When we do not believe the word of God, instead of deliverance, the deliverance is delayed. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ ഇവിടെ അവർ ഇരുമ്പ് ചങ്ങലയാൽ അവർ ബന്ധിക്കപ്പെടുകയുണ്ടായി. Here we see that they were bound with iron. ഇരുമ്പ് ചങ്ങലയാൽ അവർ ബന്ധിക്കപ്പെട്ടു. They were bound in iron chain. പലവിധമായ കെട്ടുകൾ, ബന്ധനങ്ങൾ ഇന്ന് പലരുടെയും ജീവിതത്തിലുണ്ട്. Today we can see in the life of many people they are bound with so many things. ചിലരെ സാത്താനിക ശക്തികൾ പിടിച്ചു കെട്ടുന്നുണ്ട്. Some are bound by satanic powers. ചിലർ രോഗത്തിന്റെ ശക്തികൾ അവരെ പിടിച്ചു കെട്ടുന്നുണ്ട്. Some are bound by the powers of sickness. അപ്പോൾ തന്നെ നിരപരാധികളായ പല ദൈവമക്കളെയും അത് ഇങ്ങനെയുള്ളതായ ചില കെട്ടുകൾ അവരുടെ ജീവിതത്തിൽ അവരെ പിടിച്ചു കെട്ടുവാൻ ചില ശക്തികൾ മുൻപോട്ട് കടന്നു വരികയാണ്. At the same, even the innocent child of God, some powers are working against them to bind them. എന്നാൽ ഈ തിരുവെഴുത്തിൽ അവർ യഹോവയെ നോക്കി നിലവിളിക്കുന്നതായി 13-ാം വാക്യത്തിൽ നാം വായിച്ചു. But in the 13th verse we read they cried unto the Lord. ഈ നിലവിളിയുടെ ശബ്ദം ദൈവസന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ, When their cry reached the presence of God, ദൈവം അവരുടേതായ കഷ്ടതയെ കണ്ടപ്പോൾ, when the Lord saw their trouble, അന്ധകാരത്തിലും അന്ധതമസിലും കൂരിരുട്ടിലും മരണത്തിന്റെ ഇരുട്ടിലുമായിരുന്ന ജനത്തെ അവൻ വിടുവിച്ചു. അവരുടെ കെട്ടുകളെ അവൻ അറുത്തു കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. there we can see that they set them free from darkness and the shadow of death and broke all their bindings. അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. 12, 13, 14 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവരുടെ ബന്ധനങ്ങളെ ദൈവം അറുത്തു കളഞ്ഞു. God broke the bands in sunder. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. Call upon me and I will answer thee. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. Call upon me in the day of trouble, I will deliver thee and thou shalt glorify ഇന്ന് me. രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നിന്ന് ചില സത്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Tonight the Spirit of God want to remain some truth from these scriptures. ഈ വചനം നാം വായിക്കുമ്പോൾ അതിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. When we read the scripture we can understand 3 important things. ഒന്ന്, ദൈവം പറഞ്ഞു അവന്റെ ബന്ധനങ്ങളെ അവൻ അറുത്തു കളയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. First, God is breaking their band. അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ താമരവാതിൽ അവൻ തകർത്തു കളയും, ഇരുമ്പ് ഓടാമ്പൽ കണ്ണിച്ചു കളയുമെന്ന് In പറഞ്ഞിരിക്കുകയാണ്. the next verse we can read, He hath broken the gates of brass and cut the bars of iron in sunder. ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തിയത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. When I was meditating this verse, whatever the Spirit of God reminded, I am telling you. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ഈ ദൈവത്തിന്റെ വചനത്തെ വേണ്ടതുപോലെ അംഗീകരിക്കാത്തത് കൊണ്ട്, ഉൾക്കൊള്ളാത്തത് കൊണ്ട്, ഇതിനോട് മത്സരിച്ചത് കൊണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ബന്ധനമുണ്ടോ എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ നോക്കി സമ്മതിച്ച് നിലവിളിക്കുന്നവർ ഇവിടെ വന്നിട്ടുണ്ടോ? അവരുടെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവം അറുത്തു മുറിക്കുവാൻ പോകുകയാണ്. At some point in your life, because you did not understand the word of God, if you have rebelled against it and asked for pardon, then tonight the Lord is going to break the bands of the people. കോരേശ് രാജാവിനോടുള്ള ഒരു പ്രവചനം ഇങ്ങനെയായിരുന്നു. There was a prophecy towards the king Cyrus. ബാബേലിൽ ആയിരിക്കുന്ന ജനത്തിന് ദൈവം നൽകിയതായ തന്റെ ജനത്തിന് ദൈവം നൽകിയ വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. It was a promise given unto the children of God who were in the land of Babylon. ഞാൻ നിന്റെ മുൻപേ പോയി ദുർഘടങ്ങളെ നിറപ്പാക്കി തരും. I will go before thee and make the താമരവാതിൽ തകർക്കുന്ന ദൈവമാണ്. Our God is the one who breaks ഇരുമ്പ് ഓടാമ്പോൾ ഞാൻ കണ്ണിച്ചു കളയും. and I will break the iron bars in ഇന്ന് sunder. രാത്രി കാലം Tonight, ദൈവത്തെ നോക്കി നിലവിളിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഇന്ന് രാത്രി ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരുന്നാട്ട്. all those who want to cry unto the Lord, lift up your hand and cry unto the Lord. പലരുടെയും ബന്ധനങ്ങളെ ദൈവം അറുത്തു മുറിച്ചു മാറ്റുവാൻ പോകുകയാണ്. Tonight the Lord is going to break the bands of many people. നാളുകളായി ബന്ധിക്കപ്പെട്ട ചില വ്യക്തികൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. There are people who have come to this meeting who have been bound for many days. നാളുകളായി പല കുടുംബത്തെയും ബന്ധിച്ച് അവരെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ
പിടിച്ചു കെട്ടിയിരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. There are powers of darkness which have bound some families that they are unable to go forward for many days. ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ When I was ministering in a particular place, 26 വർഷമായിട്ട് ഒരു ദുഷ്ടശക്തിയാൽ ബന്ധിക്കപ്പെട്ടതായ ഒരു വ്യക്തി ആരാധനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. there was one person who came to the service who was bound by evil spirit for 26 years. 26 വർഷം അവർ ആരാധിക്കുന്നുണ്ട്. For 26 years they are worshiping. എന്നാൽ അവരിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയിൽ നിന്ന് അവർക്ക് വിടുതലില്ല. But they did not get deliverance from the evil power that was working in എന്നാൽ them. ഒരു ശക്തിയുള്ള ആരാധനയിൽ, But in a powerful service, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായപ്പോൾ, then there was the working of the Holy ആരാധന Spirit. ഹാളിന്റെ ഒരു ഭാഗത്ത് സൈഡിലാണ് ആയിരുന്നത്. He was sitting in the corner of the hall. അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. He was unable to sit there കാരണം ദൈവശക്തി വ്യാപരിച്ചപ്പോൾ because the power of God was അവരുടെ working. ഉള്ളിലുള്ളതായി ദുഷ്ടശക്തിക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. The evil power that was in them couldn't sit there. അവരാകപ്പാട് വല്ലാത്ത ഒരു അവസ്ഥയിലായി. They became in a very weird അത് state. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. After the prayer, we prayed for them. വെറുതെ പ്രാർത്ഥിച്ചെന്ന് മാത്രമേ ഉള്ളൂ. We just prayed for them. അവർ ബോധം കെട്ട് നിലത്ത് വീണു. He fainted and അവരുടെ fell down. ഉള്ളിൽ ഒരു ദുഷ്ടശക്തി ഉണ്ടായിരുന്നു. There was an evil spirit. വർഷങ്ങളായിട്ട് ആ കുടുംബത്തിന് വിരോധമായി ആ ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. And for many years that evil spirit was working against 26 them. വർഷത്തോളം അവരിൽ ആത്മാവ് പോരാടിക്കൊണ്ടിരുന്നു. For 26 long years that evil spirit was working. എപ്പോൾ അവർക്ക് വിടുതലുണ്ടായി, But when did they get the deliverance? ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായപ്പോൾ, When there was the work of the Holy Spirit. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Holy glory be to God. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം വായിക്കുമ്പോൾ, When we read Acts of Apostles chapter 16. എപ്പോൾ കാരാഗൃഹത്തിന്റെ കെട്ടുകൾ, ബന്ധിക്കപ്പെട്ടവരുടെ കെട്ടുകൾ അഴിഞ്ഞത്, When was the chains or the bindings of the people who are പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയപ്പോഴാണ്. when Paul and Silas started praising God. അനേകരെ കെട്ട് അഴിഞ്ഞത് അന്ന് രാത്രിയാണ്. On the same time many chains ഇന്ന് രാത്രി ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു അല്പസമയം നാം ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. For the children of God tonight we are going to lift up our hands and praise God for some time. ഇവിടെ ആരാധിക്കുന്ന ആരാധന നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്വന്തക്കാരോ ചാർച്ചക്കാരോ ആരുമായിക്കൊള്ളട്ടെ, അവരെ പിടിച്ചു കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം അറുത്തു മുറിക്കണം. By the worship that we are going to have right now, the Lord is going to break your bindings, your family bindings, or your dear and near one, everyone's binding. എപ്പോഴാണ് ദൈവം ഇത് അറുത്തു മുറിച്ചത് എന്ന് ചോദിച്ചാൽ, അവർ നിലവിളിച്ചപ്പോൾ. When did the Lord break their bindings? When they cried unto God. ഈ ചെങ്ങന്നൂർ കൺവെൻഷന്റെ ശനിയാഴ്ച രാത്രിയിൽ ദൈവമക്കളുടെ നിലവിളി ഈ പന്തലിൽ നിന്ന് ഉയരട്ടെ. In this convention, last day convention tonight, let the cry of the people of God reach in the presence of God. ഈ ദേശത്തിൽ ബന്ധിക്കപ്പെട്ട അനേകരുണ്ട്. In this land there are many people who are bound യഥാർത്ഥമായ സത്യം അറിയാത്തവർ, without knowing the truth, പാരമ്പര്യ ബന്ധനങ്ങളിലായിരിക്കുന്നവർ, bound by their traditional churches, യഥാർത്ഥമായ ഉപദേശം അറിയാത്തതായ ദുരുപദേശത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവർ. those who are in the binding of wrong doctrines. ആരാധന ശരിയാണെങ്കിൽ, If the worship is ഇന്ന് right, രാത്രി നാം ശരിയായി ആരാധിച്ചുവെങ്കിൽ, if we worship God properly, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പല കഷ്ടതയുണ്ടായിരിക്കാം, perhaps you may have some difficulties in your ആരാധിക്കാൻ life. പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കാം. It may not be possible for you അത് to worship. ശത്രു മനഃപൂർവമായി ചെയ്തതാണ്. That is the work of the enemy. അതേ മനഃപൂർവമായി നിന്നെ ആരാധിക്കാതിരിക്കുവാൻ കൊണ്ടുവന്ന തടസ്സം മാത്രമേ ഉള്ളൂ. It is a hindrance that was deliberately brought by എന്നാൽ the നീ enemy. ആരാധന തുടങ്ങി കഴിയുമ്പോൾ When you start praising God, നിന്റെ കയ്യിലും കാലിലുള്ള കെട്ടുകൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. all the bindings in your legs and hands will be നിനക്ക് broken. വിടുതൽ ഉണ്ടാകുമ്പോൾ When you receive deliverance, അനേകരെ കെട്ടുകളെ ദൈവം അറുത്തു മുറിക്കുവാൻ the പോകുകയാണ്. Lord is going to set free many people. നമുക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചാൽ Let us start praising God in the Spirit. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുവാൻ താല്പര്യപ്പെടുന്നു? How many of you are willing to praise God? സന്ദ്രക്ക് മേശകാബേത്ത് അവർ തീക്കകത്തേക്ക് കടന്നുപോയപ്പോൾ When Shadrach, Meshach, Abednego were in the midst of the fire, ആ തീയുടെ ഉള്ളിൽ ഒരുവൻ കടന്നു വന്നു. there was another person who came into the midst of അതെ, fire. നാലാമൻ ഒരുവൻ കടന്നു വന്നു. There was a fourth person, രാജാവ് കണ്ടുകൊണ്ട് കാണുകയാണ്. and the king was able to see അതെ, with his 3 eyes. പേരായിരുന്നു, ഇപ്പോൾ നാലാമത് ഒരുവനെ കാണുന്നുണ്ട്. There were only 3 people, but we see a fourth person. മാത്രമല്ല, ബാബേൽ രാജ്യത്തിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുകയാണ്. And the bonds of Babylon was broken. ബാബേലിന്റെ ശക്തിയുടെ കെട്ട് ഇന്ന് രാത്രി അഴിക്കാൻ പോകുകയാണ്. Tonight the Lord is going to break the ആ bindings of കെട്ടുകളെ Babylon. അറുത്തു മുറിക്കുന്ന ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. The presence of God which will break the bindings is in ആരെല്ലാം you.
നിലവിളിക്കുന്നുവോ whosoever will നിന്റെ cry. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം നൽകുകയാണ്. The Lord is finding solution for your family നിന്റെ problem. പ്രശ്നങ്ങളെ അറുത്തു മുറിക്കുവാൻ പോകുകയാണ്. He is going to break the bindings of your life. അപ്പോസ്തലനായ പൗലോസ് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ Then Apostle Paul started ഇവിടെ praying. ഇരിക്കുന്ന ദൈവ ശുശ്രൂഷകർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. When the servants of God here start praising ഞങ്ങൾ God, ഇപ്പോൾ ആത്മാവിൽ ആരാധിക്കുകയാണ്. we are going to worship God in spirit. ഞങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധന We are the worship that we are doing ദേശത്തിൽ now. അനേകരെ കെട്ടുകളെ അടിക്കുന്നതാണ്. In the presence of God, many ഇപ്പോൾ bindings are broken. Right now, അനേക കെട്ടുകൾ അഴിയാൻ പോകുകയാണ്. many bindings ought to be broken. ഒരിക്കൽ ഞങ്ങൾ ആത്മാവിൽ ഫെയ്ത്തോമിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ One time when we were praying in the spirit in the faith, ഒരു സഹോദരന്മാർ 10 പേർ കൂടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. around 10 brothers were worshiping God. വർഷങ്ങളായി ചില പ്രശ്നമുള്ളതായ ഒരു സഹോദരൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. There was one brother who had many problems for years. അദ്ദേഹത്തിന് യാതൊരു നന്മകളോ അനുഗ്രഹങ്ങളോ ഇല്ല. There was no goodness or blessing in his life. അദ്ദേഹത്തിന്റെ വൈഫ് നല്ല വിദ്യാഭ്യാസം ഉള്ളതാണ്. തനിക്ക് ഒരു ജോലി പോലും കിട്ടിയിട്ടില്ല. Even his wife was a learned person, but she didn't receive a job. 10 വർഷത്തിനായി 10 വർഷം കഴിഞ്ഞ് വിവാഹം കഴിച്ചിട്ട് അവർക്ക് മക്കളില്ല. Even after 10 years, they did not have children. അപ്പോൾ തന്നെ അവർ നമ്മുടെ വിശ്വാസിയായിരുന്നു. At the same time, they were our എന്നാൽ believers. അന്ന് രാത്രി ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ But at that night, when they were worshiping in spirit, ഞങ്ങൾ ഒരു 10 മണിക്ക് പ്രാർത്ഥന ആരംഭിച്ചു. അത് നിർത്തിയപ്പോൾ 2 മണിയോളമായി. we started the prayer at around 10 o'clock in the night. and we finished at 2 പരിശുദ്ധാത്മാവ് o'clock. ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. The spirit of came down to work. ആ കൂട്ടത്തിൽ ഒരു വ്യക്തി ഒരു കാഴ്ച കാണുകയാണ്. And in that one person saw a ഈ vision. സഹോദരന്റെ ഭവനത്തിൽ നിന്ന് ഒരു ദുഷ്ടശക്തി പുറത്തു പോകുന്നതായിട്ട്. An evil spirit departing from the house of this brother. ഇദ്ദേഹം നല്ലതുപോലെ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. He was praising God in the spirit. അത്ഭുതമെന്ന് പറയട്ടെ. Let me say it's a അത് wonder. കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. Immediately after that, the Lord started 10 working. വർഷം മക്കളില്ലാതെ അവർക്ക് ദൈവം കുഞ്ഞിനെ ദാനമായി നൽകി. God gave them a child after 10 years of marriage. അവർക്ക് ജോലി ദൈവം നൽകി കൊടുത്തു. God gave them a job. ഇന്ന് ദേശത്തിൽ അവർ സാക്ഷിയായി Today ജീവിക്കുകയാണ്. they are living as a witness for ഇന്ന് God. രാത്രി ഇവിടെ ഒരു ആരാധന നടക്കുന്നുവെങ്കിൽ, If there is a true worship here, ഇന്ന് രാത്രി യഥാർത്ഥമായി ദൈവത്തെ നീ ആരാധിക്കുന്നുവെങ്കിൽ, if you truly worship the Lord today, ദൈവത്തെ നോക്കി നിലവിളിക്കുന്നുവെങ്കിൽ, if you cry unto the Lord, കെട്ടുകളെ അറുക്കുന്ന ദൈവം, the Lord who breaks the binding, ചങ്ങലയെ പൊട്ടിക്കുന്നതായി ദൈവം who breaks the chains, അനേകരെ വിടുവിച്ച് അവരെ സ്വാതന്ത്ര്യമാക്കി പോവുകയാണ്. He is going to set many free ഇവിടെ tonight. നമ്മൾ ആരാധിക്കുമ്പോൾ While we pray here, അനേക കുടുംബങ്ങൾക്ക് ഇന്ന് രാത്രി വിടുതലുണ്ടാകും. many families are going to ദൈവമക്കൾ deliver. ആരാധിച്ചു തുടങ്ങിയാണ്. Let the children of God start കസാരയിൽ praising. ഇരിക്കുന്നവരും Those who are on the chair, നിലത്ത് ഇരിക്കുന്നവരും those who are on the floor, ദൈവത്തെ ശരിയായി ആരാധിച്ചു തുടങ്ങിയാണ്. start worshiping the നിലവിളി Lord. ഉയരട്ടെ, Let there be a നിലവിളി cry. ഉയരട്ടെ, Let the cry rise up. ആരാധന ശക്തി വെളിപ്പെടട്ടെ. Let the power be ഇത് manifested. മൗനമായ ആരാധനയല്ല, This is not a silent worship. ശക്തിയായി ആരാധിച്ചാണ്. Worship God with നിന്റെ might. ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. You are going to see with your അതെ, spirit. അനേകരെ കെട്ട് അഴിയുന്നു. The bindings of many are ഒരുപക്ഷെ loosened. നിന്റെ മക്കൾ വിദേശത്തിലായിരിക്കാം, Perhaps your children may be abroad. വേറെ ഒരു രാജ്യത്തിലായിരിക്കാം, They are in another അല്ലെങ്കിൽ country. നിന്റെ ഭവനത്തിലായിരിക്കാം, Or they may in a അല്ലെങ്കിൽ house. കാരാഗ്രഹത്തിലായിരിക്കാം. Or maybe in a ഇന്ന് prison. രാത്രി Tonight, കെട്ടുകൾ അറുത്തു മുറിക്കുന്നു. God is breaking the binding. ദൈവ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Power of God is coming down. നിലവിളിക്കുന്ന ദൈവ പൈതലേ, Oh, child of God, what നിന്റെ cry? ശബ്ദത്തിന് മറുപടി ദൈവം തന്നു. The Lord has answered for your ഇതാ cry. ദൈവ ശക്തി ഇറങ്ങുന്നു. Right now, the